ശബരിമല സന്നിധാനത്ത് സമീപകാലത്തൊന്നും ഇങ്ങനെ അരവണയ്ക്ക് പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. മണ്ഡലകാലം തുടങ്ങുമ്പോൾ എല്ലാ കാലത്തെയും പോലെ ആളുകൾക്ക് എത്ര അരവണ വേണമെങ്കിലും ലഭിച്ചിരുന്നു. പിന്നീട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ആദ്യം 10 പിന്നീട് 5 ഇപ്പോൾ ഒരാൾക്ക് 2 അരവണ മാത്രമാണ് നൽകുന്നത്. ഞങ്ങൾക്ക് കുറെ അരവണ ആവശ്യമുണ്ടായിരുന്നു. ഫാമിലി 4 പേരായിരുന്നു. അപ്പോൾ ഇവിടുന്ന് 2 കൊടുക്കുന്നുള്ളൂ. 1 മണിക്കൂർ ക്യൂ നിൽക്കുകയാണ് ഇവിടെ. കന്നി സമയമാണ്, അപ്പോൾ കൂടുതൽ ആളുകൾക്ക് അരവണ കൊടുക്കാന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് 2 കിട്ടിയുള്ളൂ. പ്രതിദിനം 4 ലക്ഷം ടിൻ അരവണയാണ് സന്നിധാനത്ത് മാത്രം ആവശ്യം. എന്നാൽ കരാറെടുത്ത കമ്പനികൾ ശബരിമലയിൽ എത്തിക്കുന്നത് 1.5 ലക്ഷം ടിൻ മാത്രം. ഉൽപാദനത്തിന് തടസ്സങ്ങളില്ലെങ്കിലും ഇതുമൂലം പാക്കിംഗ് നടക്കുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഇതര സംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പന്മാർ സാധാരണ വലിയ അളവിലാണ് അരവണ വാങ്ങാറ്. നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഒരു സംഘത്തിലെ എല്ലാവരും വരി നിന്ന് கவுண்டர்களுக்கு முன்பில் വലിய തിരക്കാണ് അനുഭവപ്പെടുന്നത്. ஒரு ஆளுக்கு 2 தான் தராங்க. இது கொஞ்சம் எக்ஸ்டெண்ட் பண்ணா கொஞ்சம் நல்லா இருக்கும். அதனால சாமி எல்லாமே இப்போ ஒண்ணுமில்ல, எங்களுக்கு பாத்தீங்கன்னா வீட்டுல வந்து நாங்க சொந்தக்காரங்க இருக்கோம். அவங்களுக்கு நாங்க பிரசாதம் தரணும். அப்ப இந்த பிரசாதம் கொஞ்சம் எக்ஸ்ட்ரா ஒரு ആളുக்குங்கிறது 2 தான் നിർണയിച്ചിരിക്കാங்க. അരവണ ടിന്നിനുള്ള ക്ഷാമം തുടങ്ങിയിട്ട് 5 ദിവസമായിട്ടും പരിഹാരം കാണാൻ ദേവസ്വം ബോർഡിനായിട്ടില്ല. ഇപ്പ ശരിയാക്കി തരാമെന്ന പതിവ് പല്ലവിയാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. പഴയ കരാറുകാരെ മാറ്റി പുതിയ 2 കമ്പനികൾക്ക് കരാർ നൽകിയെന്ന് പറയുമ്പോഴും ടിന്നുകൾ മലകയറി എത്തിയിട്ടില്ല. ഇനിയുള്ള 2 ദിവസം അവധി ദിനങ്ങളായതിനാൽ കൂടുതൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തും. അവർക്ക് പ്രസാദം നൽകുന്നതിനുള്ള സ്റ്റോക്ക് ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക. പ്രേംശശിക്കൊപ്പം കെ ബി ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.